ഹലോ, എല്ലാവർക്കും നമസ്കാരം. നാളത്തെ നിഫ്റ്റിയുടെ ട്രേഡിംഗ് ലെവൽസ് നമുക്കൊന്ന് നോക്കാം. നമുക്ക് ഫസ്റ്റ് ഒന്ന് ഡേ ചാർട്ടിലേക്ക് വരാം. ഡേ ചാർട്ടിൽ നോക്കുമ്പോൾ നമുക്ക് നല്ലൊരു റെസിസ്റ്റൻസ് നിഫ്റ്റി എടുത്തായിട്ട് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അതേപോലെ മാർക്കറ്റിൽ ഒരു ചെറിയൊരു പുൾ ബാക്കിന് തുടക്കമായിട്ടുണ്ട്. പറയാൻ കാരണം ഇവിടുന്ന് ടോപ്പ് നിന്ന് നമുക്ക് റിജക്ഷൻ ക്യാൻഡിൽ കിട്ടിയിട്ടുണ്ട്. അതേപോലെ ഇവിടുത്തെ സ്പ്രെഡ് കണ്ടോ, ഈ ക്യാൻഡിൽ ഇന്നലെ കഴിഞ്ഞ ദിവസം ട്രേഡ് ചെയ്ത ക്യാൻഡിലിൻ്റെ സ്പ്രെഡും കൂടി വന്നിട്ടുണ്ട്. സോ നമുക്ക് മനസ്സിലാക്കാം നമുക്ക് നല്ലൊരു ബെയറിഷ് ആയിട്ടുള്ള ഒരു മൊമെൻ്റ് ആയിരിക്കും ഇനി വരുന്ന ദിവസം, അതായത് നാളെ 28-ാം തീയതി. ഓക്കെ, അപ്പോൾ നമുക്ക് ട്രേഡിംഗ് ലെവലുകളെന്ന് പറയുന്നത് ഈ ഒരു ഡേയുടെ ലോ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഷോർട്ട് പൊസിഷനിലേക്ക് പോവാം. അതേപോലെ ഇതാണ് നമ്മുടെ സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത്. നമുക്കിവിടെ ഒരു ഗ്യാപ്പ് നമുക്ക് നല്ലോണം കാണാൻ പറ്റുന്നുണ്ട്. ഒരു 10-300 ഗ്യാപ്പ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. മേ ബി മാർക്കറ്റ് താഴെ ഓപ്പൺ ആവുകയാണെങ്കിൽ ഒരു തിരിച്ച് കയറാൻ നോക്കും. എന്നിട്ട് ഇവിടുന്ന് ഈ റെസിസ്റ്റൻസ് എടുക്കുകയാണെങ്കിൽ നേരെ നമ്മൾ സെല്ലിങ് ഓപ്പർച്യൂണിറ്റിയാണ് നോക്കുക. അതേസമയം നിയർ ടു ഈ ഒരു ഏരിയയിൽ ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ തന്നിട്ട് നേരെ താഴെ വന്ന് ടച്ച് ചെയ്ത് തിരിച്ച് കയറാൻ നോക്കുകയാണെങ്കിൽ നമ്മൾ അപ്പ് സൈഡ് നോക്കും. അതാണ് നമ്മുടെ ട്രേഡിങ്ങിൻ്റെ നാളത്തെ പ്ലാൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മുടെ CPR ഇവിടെ ഫോം ആയിട്ടുണ്ട്. നമ്മൾ പേഴ്സണലൈസ് ചെയ്ത ഒരു കസ്റ്റമൈസ് ചെയ്തൊരു ഇൻഡിക്കേറ്ററാണ്. അതിൽ CPR ഫോം ആയിട്ടുണ്ട് 24-106. അതിൻ്റെ താഴെയാണ് നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സോ നമുക്കൊന്നുകൂടെ ഉറപ്പാക്കാം എൻ്റെ മാർക്കറ്റിലൊരു ബെയറിഷ് സെൻറ്റിമെൻ്റാണ് ഇപ്പോൾ ഉള്ളത്. നാളത്തെ ദിവസം നമുക്ക് ഇവിടുത്തെ പ്രൈസ് ആക്ഷൻ നോക്കിയിട്ട് നമുക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാം. മാർക്കറ്റ് നാളെ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് മുകളിലേക്ക് പോയി പ്രൈസ് ആക്ഷൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ഡൗൺ സൈഡ് മൊമെൻറ്റം കിട്ടും. ഓക്കെ, അതേപോലെ തന്നെ നമ്മുടെ നിഫ്റ്റി ബാങ്കിലും നമുക്ക് നല്ലൊരു ബെയറിഷ് സിഗ്നൽ കിട്ടിയിട്ടുണ്ട്. കാരണം അതിൻ്റെ മുന്നത്തെ ദിവസം ഉണ്ടായത് 24-ാം തീയതി ഏപ്രിലുണ്ടായ ഗ്രീൻ ക്യാൻഡലിനെ ക്ലോസ് ചെയ്തിട്ടാണ് ഒരു ബെയറിഷ് ക്യാൻഡിൽ ഉണ്ടായിരിക്കുന്നത്. അതേപോലെ നമ്മുടെ ഒരു റെസിസ്റ്റൻസ് നമ്മൾ പ്രീവിയസ്ലി ഒരു റെസിസ്റ്റൻസ് സോണിനെ ടച്ച് ചെയ്തുകൊണ്ട് നിന്നിട്ട് ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമുക്കിവിടെ നല്ലൊരു ഗ്യാപ്പ് കാണാനായിട്ട് പറ്റും. അത്യാവശ്യം ഒരു ഗ്യാപ്പ് 53,164 ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ അതും കൂടെ മാർക്കറ്റ് എടുത്തിട്ടായിരിക്കും ബാക്കിയുള്ളൊരു മൂവ്മെൻറ്റ് ഉണ്ടാവുക എന്ന് വിചാരിക്കുന്നു. അതേപോലെ നമ്മുടെ ഇൻഡിക്കേറ്റർ 5 മിനിറ്റിൽ നമുക്ക് ആഡ് ചെയ്യാം. 5 മിനിറ്റിൽ ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ഇതിലും അതേപോലെ 54,730 ആ ഒരു റീജിയനിൽ CPRൻ്റെ താഴെയായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഈ ഒരു ഡേ ലോയൊക്കെ മാർക്കറ്റ് പ്രീവിയസ് ഡേ ലോ കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു അപ്സൈഡ് മൊമെൻറ്റം കിട്ടും. അതേപോലെ മാർക്കറ്റിൽ നമുക്കൊരു പ്രൈസ് ആക്ഷൻ എന്ന് പറയാനായിട്ട് ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് പോയി ഒരു M4 വരികയാണെങ്കിൽ നമുക്ക് നാളെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും. സോറി, ഞാൻ വരച്ചത് മാറിപ്പോയതാണ്. ഓക്കെ.